നമസ്കാരം. 24 എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച വാർത്ത. തിരുവല്ല പുളിക്കീഴ് ജവാന്റെ ഗോഡൌണിന് തീപിടിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. വിവരമറിഞ്ഞ കൂട്ടത്തോടെ ജനഹൃദയങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമേ ഇതെങ്ങോട്ട്, ബിവറേജ് ഇതെങ്ങോട്ട് എന്ന ഒരേ ഒരു സ്വരത്തോടുകൂടി ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. വാർത്തകൾ കാണാം 24-ൽ. ഹലോ, എന്റെ പൊന്ന് സാറ്, ഇവിടെ തീ പിടിച്ചിട്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന് തീ അണച്ചോണ്ടിരിക്കുക. സാറേ, ആരാണ് പറഞ്ഞത് കേരളത്തിലെ സാധനം അടിച്ചാൽ കത്തൂലെന്ന്? ഗോഡൌണിലോട്ട് വന്ന് നോക്ക്, നിന്ന് കത്തുവാ മൊത്തത്തില്. ഞാനെവിടെ വന്നോ? ഞാനിവിടെ പിറകലത്തെ ഗേറ്റിന് എവിടെ, ഫ്രണ്ടിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണല്ലോ. ഈ ഗേറ്റ് വഴി ആരും ചാടി അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാവൽ നിൽക്കുക സാറേ. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ശരി ശരി. അവിടെ തീയാണ്. ആ മദ്യമുരുകുന്ന തീയിൽ എനിക്ക് ബന്ധുവെണ്ണീറാകാൻ ഒരു അവസരം തരൂ. അങ്ങോട്ട് പോകല്ലേ. ആ മദ്യമുള്ള തീയിൽ എനിക്ക് കിടന്നൊഴുകണം. അവിടെ മൊത്തം തീയാണ്, അങ്ങോട്ട് പോവരുത്. അങ്ങനെ പറയരുത്. എന്റെ മദ്യ ദൈവങ്ങളെ, ഞാനിതൊക്കെ സഹിക്കൂ. ചെയ്യൂന്ന് പറ. എപ്പോഴായിരുന്നു? അരമണിക്കൂർ മുമ്പ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചായിരുന്നു. ഒരാളെ വിളിച്ച് അങ്ങോട്ട് വച്ചേ ഉള്ളൂ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ട് പോലും കാണാഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റ് കൊടുത്തോണ്ടാ ഞാൻ. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഹെർക്കുലീസ്. മദ്യമെന്ന് പറഞ്ഞ ആ ചാകുന്നൊരുത്തൻ. അവനിതറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന്. അയ്യോ, ഹെർക്കുലീസ് വരുന്നേ, ഹെർക്കുലീസ് വരുന്നേ. സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ, ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാം. കേട്ടതൊന്നും സത്യമായിരിക്കരുതേ എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറ, ഞാൻ വിശ്വസിക്കണോ? എല്ലാം പോയടാ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് കണ്ടോട്ടെ. കാണാൻ മാത്രം ബാക്കി ഒന്നുമില്ല നീല. എല്ലാം കത്തി നശിച്ചു. നിനക്കത് കാണാനുള്ള താങ്ങ് ശക്തിയും ഇല്ലടാ. എടാ, ആ സമയത്ത് ആരുണ്ടായിരുന്നു ഇവിടെ? ഈ സെക്യൂരിറ്റി. നീ എവിടെ പോയി കിടന്നടാ ആ സമയത്ത്? ഞാനല്ലത് കത്തിച്ചത്. ചിലപ്പോ സർക്യൂട്ട് വല്ലതുമായിരിക്കും. നീ സർക്യൂട്ടിന് പോയ സമയത്തായിരിക്കും ഇതാരെങ്കിലും വന്ന് കത്തിച്ചത്. ഷോർട്ട് സർക്യൂട്ട് വന്ന് കത്തിയതായിരിക്കും. നമ്മളടുത്ത് വന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലേടാ. നമ്മളിവിടെ മെനക്കെട്ട് വന്നിരിക്കുവായിരുന്നല്ലേടാ. ഞാനെന്ത് വെള്ളം കോരി അണയടാ. അടയ്ക്കാം. എനിക്കറിയാമോ, ഞങ്ങൾ ഒരിക്കലും കുടിയന്മാരല്ല. സർക്കാരിന് വേണ്ടി സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സംഭാവനയാണോ നിന്റെ ശമ്പളം? എന്നിട്ടും കണ്ണിൽ എന്നെ ഒഴിച്ച് കാക്കേണ്ട സാധനം നീ കത്തിച്ച് കളഞ്ഞിട്ടാണ്. അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്തല്ലോ. എന്റെ നെഞ്ചത്തൊന്ന് കയറാൻ. അവന്റെ കാര്യം നിനക്കറിയാമോ? അയ്യോ, എന്റെ ഇലങ്കത്തിൽ ശ്രീ ഭഗവതിയെ. അവനും അവന്റെ അച്ഛനും കൂടെ വീട്ടിൽ TV കണ്ടോണ്ടിരുന്ന സമയത്താണ് അവൻ ഇതറിയുന്നത്. എന്റെ ഇലങ്കത്തിൽ ശ്രീ ഭഗവതിയെ എനിക്ക് സഹിക്കാൻ കരയല്ലേടാ, കര. ഈ ന്യൂസ് കേട്ടതും അവന്റെ അച്ഛൻ ബോധം കിട്ടു താഴെ വീണു. അതിനവൻ കരഞ്ഞില്ലല്ലേ? ബിവറേജ് കത്തി. എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. അവന്റെ അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയാണ്. അവൻ ഈ ബിവറേജിൽ തീയടയ്ക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. അതാണ് അവന്റെ ഉത്തരവാദിത്വം. അവനോടാണ് നിങ്ങൾ ഈ ചതി ചെയ്തത്. ഇത് ഞാൻ ചെയ്ത ചതിയല്ലല്ലോ. ഷോർട്ട് സർക്യൂട്ട് വന്നെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. പിന്നെ എന്റെ മണ്ടയ്ക്ക് ഒന്ന് കയറുന്ന എന്തിനാ? നിനക്കറിയാമോ, എല്ലാ ബിവറേജിലും എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്: ജവാൻ മദ്യം സ്റ്റോക്കില്ല. ഇനി മുതൽ എഴുതി വെക്കാൻ പോകുന്ന വാചകം എന്താണെന്ന് അറിയാമോ? എന്താ? ജവാൻ മദ്യം ഇനി ഒരിക്കലും സ്റ്റോക്കില്ല. കൊല്ലല്ലേടാ, കൊല്ലല്ലേ. അച്ഛൻ ആശുപത്രി കൊണ്ടുപോയില്ലേ? അവിടെ നിന്ന് വിളിക്കണ, എടുക്കണം. ഹലോ, അച്ഛൻ ഗ്ലൂക്കോസ് എടുക്കുന്നില്ലെന്ന്. ഗ്ലൂക്കോസ് എടുക്കുന്നില്ല? പിന്നെന്തോ വേണ്ട അച്ഛന്? പകരം ജവാൻ വേണോന്ന്. അയ്യോ, അവന്റെ അച്ഛന് ജവാൻ മദ്യം വേണമെന്നാ പറയുന്നത്. ഇനി എന്ത് ചെയ്യൂ? എനിക്കറിയാം അയ്യേ. ഫയർഫോഴ്സ് ഒന്ന് തീ അണച്ചോണ്ടിരിക്കുക. ഇപ്പൊ അതിനകത്തോട്ട് കേറാൻ പറ്റത്തില്ല. ഒരു കുപ്പി പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തു തരാൻ എനിക്ക് നിവൃത്തിയില്ലെന്ന്. ഇവിടെ കുപ്പിയില്ലേ? കത്തിപ്പോയില്ലേ? എല്ലാം കത്തിയാ? എല്ലാം കത്തി. ദൈവമേ, ഫുള്ളും കത്തി എന്നാണ് ഇവ പറയുന്നത്. ഒരു പൈന്റെങ്കിലും അവിടെ കാണുമെങ്കിൽ എടുത്തു തന്നിരുന്നത് ഞങ്ങൾക്ക് കൊണ്ടടിക്കാൻ. ഇല്ലെന്ന് പറയുമ്പോ ഇല്ലെന്നാണ് പറയുന്നത്. എടാ, ഇനി എന്ത് ചെയ്യൂടാ? രക്ഷാപ്രവർത്തനം
ഞാൻ പോവും. നമ്മൾ ചെയ്യേണ്ട അതാണ്. ഞാൻ ചെയ്യോടാ അളിയ. അളിയ ചെയ്യണോ അളിയ? ഞാൻ ചെയ്യടാ. അങ്ങോട്ട് പോരുത്, തീയാണ്. മാറാ. നീ പോയിട്ട് വേടാ. ഞാൻ പോവും. ഇവനെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുവരൂടാ. നീ പൊക്കോ. അളിയന് എടോ എന്തുവാണോ ഇതിന്റെ പേര്? വിദേശ മദ്യശാല. വിദേശ മദ്യശാല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സായിപ്പ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നാടാ? ഞങ്ങൾ സ്വദേശികൾ മാത്രമേ രക്ഷാപ്രവർത്തനം വന്നിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ സ്നേഹം. ദാ, രക്ഷാപ്രവർത്തനം എന്തായി? കിട്ടി. കേറി വാളിയാ. എത്ര തീ പിടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ തീ ഉണ്ടെങ്കിൽ നമുക്ക് മദ്യം കിട്ടിയിരിക്കും. മുത്താണളിയാ. കണ്ടാ സാധനം കിട്ടിയത് കണ്ടാടോ? സെക്യൂരിറ്റി. ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ലല്ലേ? ഞാൻ അവിടെ തപ്പിയിട്ട് കിട്ടി. പോയി തപ്പിയായിരുന്നല്ലേ? പിന്നെ എനിക്കെന്തോ ജോലി ഇവിടെ? ഇതിപ്പോ ഞങ്ങൾ അടിക്കാൻ പോവാ. എനിക്കൊരുന്നതാ. ഞങ്ങൾ അടിക്കാൻ കണക്കുണ്ടെന്ന് ബുക്കിൽ കണക്കെഴുതി വെച്ചിട്ടുണ്ടെന്ന്. നിന്റെ ബുക്ക് എവിടെ? അത് കത്തിപ്പോയി. എന്നാ പിന്നെ ഒറ്റ ഊഞ്ഞാലട്ടം വെച്ചോടി. ഇത് ഞങ്ങൾ അടിക്കാൻ പോകും. അളിയാ, താഴത്ത് വീഴ്ത്തരുത്. ചിലപ്പോ തീ ഇങ്ങോട്ട് വരും. ഒരു തുള്ളി എനിക്ക് കൊടുത്താടാ. നിനക്ക് തരത്തില്ല. ഒരു തുള്ളി താടാ. ഞങ്ങൾ അടിക്കാൻ പോവാം. ഒരു തുള്ളി താടാ. കുറച്ചടിക്കാവല്ലേ? മൊത്തം അടിക്കരുത്. ഇപ്പൊ പറ, ഉള്ളിൽ കുറച്ചെങ്കിലും ഒരു വിഷമം തന്റെ മനസ്സിൽ വരുന്നില്ലേടോ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒറ്റ വെച്ചിരുന്നെങ്കിൽ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചേരെ. ഇതെന്റെ തെറ്റാ, എന്റെ തെറ്റാ. ഞാൻ ശ്രദ്ധിച്ചില്ല. മനസ്സിലായി? അതെ, സഹായിക്കണം. വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായവും നമ്മളെ ഭാഗത്തുനിന്ന്. അതെ, എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യ. 10-30 കോടി വേണം ഇനി ഇതുപോലൊരെണ്ണം കെട്ടിപ്പോക്കാൻ. അതെ, ഞാൻ എവിടെ പോയി 30 കോടി ഉണ്ടാക്കാനാ? ധൈര്യമായിട്ടിരി. ഉണ്ടാക്കി തരും. ഉറപ്പാണോ? അളിയ ഒരു പിരിവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഉണ്ടാക്കും. അണ്ണൻ നമ്മൾ സഹായിക്കണം. സഹായിക്കോളിയാ. സഹായിക്കും. അളിയാ, പിരിവെടുക്കാം. അതിന് മുമ്പോട്ട് അളിയന സാഹസികത അങ്ങ് ചെയ്യളിയാ. അതെല്ലാം ഞാൻ ചെയ്യുമല്ലോ. മ്യൂസിക് പ്ലീസ്. ഉണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടിയന്മാരെ കൊണ്ട് ചെയ്യുന്ന ചെറിയൊരു സഹായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ സാഹസികമാണ് ഹെർക്കുലിസ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഞാണിന്മേ കളിയിലൂടെ നമ്മുടെ ഹെർക്കുലിസ് ഇവിടെ ഹെർക്കുലിസിന് ഹെർക്കുലിസെ, നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ ജനങ്ങളാണ്. പിടിക്കളിയാ. ഉദാരമായ സംഭാവന. എന്റെ തളത്തോടുപ്പിൽ നമ്പരങ്ങൾ പാടാഞ്ഞ നമ്പരങ്ങൾ പാടാ. സരസമ്മാക്കേ, അക്കച്ചിയുടെ ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയല്ലേ ഇത് കത്തിപ്പോയ കാര്യം. ഒരു പെക്കടിച്ചെന്നെ ക്രിക്കറ്റ് കുത്തിയ ആളാണ്. അപ്പൊ ഇത് കത്തി നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അക്കച്ചി, ഇവരൊക്കെ തൊഴിലുറപ്പിന്റെ പൈസ ഒന്നും തോന്നിട്ട് എല്ലാരും അയ്യോ, നമ്മളെ പാവപ്പെട്ട ഒരു സഹായിക്കുള്ള ഏറ്റവും കൂടുതൽ വിഷമുള്ള ആളാണ് നടക്കിയിരിക്കുന്നത് എനിക്കറിയാം. ഒന്നുറക്കെ കരയണമെന്നില്ലേ? ആ മനസ്സിന്റെ വിങ്ങില് ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നൊച്ചത്തിക്കര. അപ്പോ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഭാവന ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജവാൻ, ജയ് കിസാൻ. നിങ്ങൾ ഇത്രയും ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കുപ്പി എടുത്തോണ്ടെന്ന് യവന് നമുക്ക് പൊന്നാട ഇടണം. പൊന്നാടോ? യവന് പൊന്നാടിട്ട് കൊടുക്കണം. ഇവന് ഞാൻ പൊന്നാട. വേണ്ട, ഇവന് ഞാൻ പൊന്നാട. നല്ലൊരു കൈഡി, നല്ല കൈഡി കൊടുക്കണം. നല്ലൊരു പൊന്നാട അവന് കിട്ടിയിരിക്കുന്നു. ആ പൊന്നാട അടിച്ച എന്നെ തിരിച്ചു പൊന്നാട അടിക്കും. തിരിച്ചു പൊന്നാട അടിക്കും. അല്ല പിന്നെ ഞാനിവിടെ തുണിയില്ലാന്ന് കളിക്കത്തില്ല. ചിലപ്പോ ഇത് ഇടിച്ചത് കളയും. ശരിയാകത്തില്ല. അപ്പൊ വമ്പം പിരിവായിരുന്നു കേട്ടോ. ഇത് തൊഴിലുറപ്പിലേക്ക് ഇത്ര പൈസ കിട്ടുന്നുണ്ടോ? എല്ലാം 500 നോട്ട്. അറിയാ, ഇത്ര നാളും നമ്മൾ ജവാനാണ് മേടിച്ച് അടിച്ചോണ്ടിരുന്നത്. ഇനി നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നല്ല പൈസ കിട്ടില്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഓ, ഇഞ്ഞിത്താ. അപ്പോ സർക്കാരിനെ സഹായിക്കേണ്ട ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ കയ്യിലോട്ട് തരണം. ഞാൻ സർക്കാരിനെ ഏൽപ്പിച്ചോളാം. അത് വേണ്ട, ഞങ്ങൾ നേരിട്ട് സർക്കാരിനെ ഏൽപ്പിച്ചോളാം. അതെങ്ങനെ? നേരെ അടുത്തുള്ള ബിവറേജിൽ പോകുന്നു, ഇത് അവിടെ കൊണ്ട് കൊടുക്കുന്നു, അവിടുത്തെ സാധനം മേടിക്കുന്നു, ബില്ല് മേടിക്കുന്നു. അപ്പൊ നേരിട്ട് സർക്കാരിലോട്ട് എത്തിയില്ലേ? അപ്പൊ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ ഇവിടെ താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരു ഗോഡൗൺ കത്തി എന്ന് പറഞ്ഞാൽ അത് കത്തി, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അടുത്ത ഒരു ഓണവോ ക്രിസ്മസോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും വന്നാ ഇതിന്റെ 8 മടങ്ങ് സാധനം ഉണ്ടാക്കാനുള്ള പൈസ ഞങ്ങൾ കുടിയന്മാർ കൊടുക്കും. അതാണോ ഞങ്ങൾ?